ബിഗ് ബോസ് മലയാളം സീസൺ 1 മുതൽ 5 വരെ പിന്നിട്ട് 6ലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ്. സത്യത്തിൽ ഈ ഷോയുടെ അന്തസത്ത എത്ര പേർക്ക് ഗ്രഹിക്കുവാൻ വാസ്തവമായി കഴിഞ്ഞിട്ടുണ്ട്? പലതരത്തിലുള്ള റിയാലിറ്റി ഷോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വീറും വാശിയും വൈരാഗ്യവും പ്രതിഫലിപ്പിക്കുന്ന, അതിനൊപ്പം കാഴ്ചക്കാരായ നമ്മയും കൂട്ടിക്കെട്ടുന്ന, ഒടുവിൽ ചിലരുടെ കരിയറിനെ തന്നെ തകർക്കുകയും ചിലരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന വ്യത്യസ്തമായൊരു റിയാലിറ്റി ഷോ. അങ്ങനെയാണോ നിങ്ങൾ ഇതിനെ കണ്ടിരിക്കുന്നത്? എങ്കിൽ നമുക്ക് തെറ്റി. 100ഓളം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ബിഗ് ബോസ് എന്ന ഈ ഷോ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ ചിലത് കാലഘട്ടത്തിന്റെ മാറ്റത്തെ തിരിച്ചറിയാതെ പഴഞ്ചൻ ആശയങ്ങളിലും കാഴ്ചപ്പാടുകളിലും പഴയ മാമൂലുകളിലും കടിച്ചു തൂങ്ങി വലിയൊരു കൂട്ടം ജനങ്ങൾ കിടക്കുകയാണ്. അവർക്കുള്ള മുന്നറിയിപ്പാണ്. കണ്ണു തുറന്ന് ചുറ്റും നോക്കുവാൻ, സമൂഹത്തെ കുറച്ചുകൂടി ആഴത്തിൽ അപഗ്രഥിക്കുവാൻ തയ്യാറായാൽ നമുക്ക് ചുറ്റും വലിയ നവോത്ഥാനം സംഭവിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ ലഭ്യമാകും. അത്തരത്തിൽ മാറി മാറി വരുന്ന സമൂഹത്തിന്റെ പ്രതിനിധികളാണ് റിയാസ് സലീമും നാദിറയും ഒക്കെ. വർദ്ധിച്ചു വരുന്ന ജനപിന്തുണയുടെയും സാമൂഹ്യ മാറ്റത്തിന്റെയും പ്രതിഫലനമാണ് അവസാന ദിവസം വരെ അവരൊക്കെ ജനങ്ങളുടെ വോട്ട് വാങ്ങി അവിടെ തുടരുകയും ചെയ്യുന്നത്. ഇതിൽ കൂടി പഴമയും പുതുമയും തമ്മിൽ, പുരുഷ മേൽക്കോയ്മയും സ്ത്രീ സമത്വവാദവും തമ്മിൽ, ജെൻഡർ ഈക്വാലിറ്റിയും നാട്ടു നടപ്പും തമ്മിൽ ഉഗ്ര സംഘടന നടക്കുകയാണ്. ഭൂരിപക്ഷം ആൾക്കാർ പഴമയെ പുണരുവാൻ ഇഷ്ടപ്പെടുമ്പോൾ, വേറൊരു കൂട്ടം ആൾക്കാർ ന്യൂട്രലായി കാര്യങ്ങളെ സമീപിക്കുമ്പോൾ, ന്യൂനപക്ഷക്കാർ പുതുമയ്ക്ക് വേണ്ടി വാശി പിടിക്കുമ്പോൾ, സമൂഹത്തിന്റെ ട്രെൻഡ് തിരിച്ചറിയുകയും അതിനൊപ്പം നീന്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ വിജയിച്ചു കയറുന്നു. ഇവിടെ എന്താണ് പ്രശ്നമായി മാറുന്നത്? ആശയങ്ങളാണോ? പുതുമയുമായി വരുന്നവരുടെ പുത്തൻ ആശയങ്ങളാണോ ഇവിടെ സംഘർഷഭരിതമാക്കി മാറ്റുന്നത്? ഒരിക്കലുമല്ല. പിന്നെയോ ആശയങ്ങളെ ആവിഷ്കരിക്കുവാൻ ശ്രമിക്കുന്നവരുടെ ഭാഷയാണ് പ്രശ്നമാകുന്നത്. ഒരു നെഗറ്റീവ് റോൾ തുടക്കത്തിൽ തന്നെ ഇവർ സ്വയം എടുത്തണിയുവാൻ വേണ്ടി തയ്യാറാകുന്നു. സാമാന്യ സമൂഹത്തോട് യുദ്ധം പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് ഉച്ചസ്ഥരം ആവർത്തിച്ചാവർത്തിച്ച് ഘോഷിക്കപ്പെടുന്നു. ഇത് എന്റെ ജീവിതമാണ്, എന്റെ ജീവിതം എനിക്ക് മാത്രം ഇഷ്ടമുള്ള വഴികളിൽ ചിലവിടുവാനുള്ളതാണ്. ആർക്കും അതിനകത്ത് കൈകടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. ആരും എന്നെ ഇങ്ങോട്ടൊന്നും പഠിപ്പിക്കണ്ട, വേണമെങ്കിൽ വേണ്ടതൊക്കെ ഞാൻ അങ്ങോട്ട് പഠിപ്പിച്ചു തരാം എന്നുള്ള ധാർഷ്ട്യം. ഒടുവിൽ ഇത് എതിർ മത്സരാർത്ഥിക്കെതിരെയുള്ള പോരാട്ടമല്ല, പകരം ഒരു സമൂഹത്തിനെതിരെയുള്ള കൊഞ്ഞനം കുത്തലുകളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ആ വ്യക്തിക്ക് എതിരായി ചിന്തിക്കുവാനും പുറംപറമ്പിൽ നിന്നുകൊണ്ട് ആക്രമണോത്സുകത വെളിപ്പെടുത്തുവാനും തുടങ്ങുന്നു. അവിടെ പോരാട്ടം കൊഴുക്കുകയാണ്. എന്തുകൊണ്ടാണ് കൂട്ടമായ ആക്രമണങ്ങൾക്ക് നടുവിലും ഇത്തരക്കാർ പിന്നോട്ട് പോകാൻ തയ്യാറാകാതെ നിൽക്കുന്നത്? ഇത്തരം അഭിപ്രായങ്ങളെല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ജാലകത്തിലൂടെ നോക്കിക്കാണുകയും അത്തരം പ്രവണതകൾ പോഷിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഇന്നലകളിലെ ന്യൂനപക്ഷക്കാർ ഇന്ന് ഭൂരിപക്ഷത്തെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു വലിയ സമൂഹമായി നമുക്ക് ചുറ്റും പെരുകിയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അവസാന നിമിഷം വരെയും പിടിച്ചു നിൽക്കുവാനും പൊരുതുവാനുമുള്ള ഊർജം ഇവർക്ക് കരഗതമാകുന്നത്. ഇവിടെ സാധാരണക്കാരൻ ഗ്രഹിക്കേണ്ട ഒരു പാഠമുണ്ട്. കാലം മാറിയിരിക്കുന്നു. പുതിയൊരു തലമുറ മാറ്റത്തിനു വേണ്ടി മുറവിളി കൂട്ടുകയാണ്. സമൂഹം നാം ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഇത് അംഗീകരിക്കുന്നവർക്ക് വലിയ പ്രശ്നമില്ല. അല്ലാത്തവർ ബിഗ് ബോസ് എന്ന ഷോയെ വളരെ വൈകാരികമായി മാത്രം സമീപിക്കുകയും നമ്മളുമായി പുലബന്ധം പോലും ഇല്ലാത്തവർക്ക് വേണ്ടി പടവാളെടുക്കുകയും യുദ്ധം ചെയ്യുകയും ഒടുവിൽ പ്രഷർ കൂട്ടി ഹോസ്പിറ്റലിൽ വരെ അഡ്മിറ്റ് ആവുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മുടെ സമൂഹത്തിലെ ബുദ്ധിജീവികളെന്ന് കരുതുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ വെറും മോശം ഷോ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു റിയാലിറ്റി ഷോ കൂടിയാണ് ബിഗ് ബോസ്. വാസ്തവത്തിൽ ഈ അഭിപ്രായത്തിൽ വല്ല കഴപ്പമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന സമൂഹ മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം കൂടിയാണ് ബിഗ് ബോസ്. ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് സമൂഹത്തിൽ എങ്ങനെ വലിയ മാറ്റം കൊണ്ടുവരാം, ഗ്രൂപ്പിസം മനുഷ്യരിൽ എങ്ങനെ ആഴത്തിൽ അടിച്ചേൽപ്പിക്കാം എന്നതിന്റെയൊക്കെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ബിഗ് ബോസ് നമുക്ക് കാട്ടിത്തരുന്നത്. സ്വതന്ത്ര അഭിപ്രായവും സ്വതന്ത്ര വ്യക്തിത്വവുമുള്ള, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഒരു കൂട്ടം ആൾക്കാർ ഒത്തുചേരുമ്പോൾ അവർക്കിടയിലുണ്ടാകുന്ന ചേരിതിരിവിന്റെയും ഒത്തിണക്കങ്ങളുടെയും അതിൽ നിന്നും ഉരുത്തിരിയുന്ന പുതിയ കൂട്ടായ്മയുടെയും പ്രത്യേകത, തുടർന്നുണ്ടാകുന്ന സാമൂഹിക മാറ്റം, ബോധമുള്ളവന് ഗ്രഹിക്കുവാൻ കഴിയുന്ന പാഠങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. നമ്മുടെ അയൽപ്പക്കങ്ങളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ സ്വന്തം വീട്ടിനുള്ളിൽ പോലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ വ്യക്തമാണ്. കുറച്ചുപേരെ ഒരു വീട്ടിനുള്ളിൽ അടച്ചിട്ട് തുടർന്ന് നൽകുന്ന ടാസ്കുകളിലൂടെ ജനത്തെ വിനോദിപ്പിക്കുന്ന ഒരു ഷോ എന്നാണ് ഭൂരിപക്ഷം ആൾക്കാരും ബിഗ് ബോസിനെ പറ്റി വിലയിരുത്താറുള്ളത്. അതിൽ നിന്നൊരു വിജയിയെ കണ്ടെത്തുന്നത് പുറത്തു നിൽക്കുന്ന ജനങ്ങളാണ്. എന്താണ് വിജയിയെ തിരഞ്ഞെടുക്കുവാനുള്ള മാനദണ്ഡം? പല കഴിവുകളുള്ള, പല IQ ലെവൽസ് ഉള്ള, പല മൂല്യങ്ങളുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ മത്സരം.
ഇവരിൽ ഓരോരുത്തരും ഇരുളും പകലും പോലെ വ്യത്യസ്തതയുള്ളവരും. ഇവിടെ എന്താണ് മത്സരത്തിന് ഉപയോഗിക്കുന്ന ഉപാധി? ഒരു സംഗീത പരിപാടിയാണെങ്കിൽ മെച്ചപ്പെട്ട സംഗീതം കാഴ്ചവെക്കുന്നവനെ വിജയിയായി തിരഞ്ഞെടുക്കാം. ഒരു പ്രഭാഷണമാണെങ്കിൽ ഏറ്റവും മികച്ച പ്രഭാഷണം കാഴ്ചവെക്കുന്നവനെ വിജയിയായി തിരഞ്ഞെടുക്കാം. എന്നാൽ ഇവിടെ എനിക്കറിയാവുന്നത് മറ്റൊരു വ്യക്തിക്ക് അറിയില്ല. എന്റെ വ്യക്തിത്വവുമായി വളരെ ഓപ്പോസിറ്റായി നിൽക്കുന്ന മറ്റൊരു വ്യക്തിയാണ് എന്റെ മത്സരാർത്ഥിയായി മുൻപിൽ വരുന്നത്. ഇവിടെ എന്തിന്റെ മാനദണ്ഡത്തിലാണ് ഒരാളെ നമുക്ക് വിജയിയായി പ്രഖ്യാപിക്കുവാൻ കഴിയുക? ഇവിടെയാണ് നാം തിരിച്ചറിയുന്നത് സത്യത്തിൽ മത്സരാർത്ഥികൾ ആ വീട്ടിലുള്ളവരല്ല, കാണികളായ നമ്മൾ ഓരോരുത്തരുമാണ് എന്നുള്ളത്. ശരിയല്ലേ? നമ്മുടെ ഇഷ്ടങ്ങൾക്കും സ്വഭാവങ്ങൾക്കും ചേർന്നവൾക്കല്ലേ നമ്മൾ വോട്ട് ചെയ്യുന്നത്. അത് ബഹുഭൂരിപക്ഷമാകുമ്പോൾ ഒരാൾ വിജയിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ബഹുഭൂരിപക്ഷം വരുന്നത് നമ്മളാണ് എന്ന് മറ്റാരെയോ തെളിയിക്കുവാൻ നാം പോലും അറിയാതെ നമ്മൾ തന്നെ ഇവിടെ മത്സരിക്കുകയല്ലേ ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഒരേ സ്വഭാവക്കാരെ തിരിച്ചറിയുവാനുള്ള ഒരു സർവേ അല്ലേ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ? ഇതേക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചിന്തിച്ചു തുടങ്ങുക. അപ്പോഴേക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.